പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേത്തൻ്റെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിൽ നിന്ന് വന്നേക്ക് ചൊരിയപ്പെടുമാറാകട്ടെ. ആമേൻ. കർത്താവിൽ അനുഗ്രഹീതരെ, നോമ്പിൻ്റെ മധ്യേ നാട്ടപ്പെട്ട വിശുദ്ധ ഗോകുൽത്തായിൽ സ്ഥാപിച്ചിരിക്കുന്ന കർത്താവിൻ്റെ രക്ഷാകരമായ സ്ലീബയുടെ അടയാളത്തിന്മേൽ നോക്കുകയും അതിൽ കൂടി പാപബന്ധനത്തിൽ നിന്നും രക്ഷ പ്രാപിച്ച് പാപത്തിൻ്റെ ശമ്പളമായ മരണവും ദ്രവത്വത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ വേണ്ടി കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുന്നോടിയായി ഈ സ്ലീബ ഈ ദേവാലയത്തിൻ്റെ മധ്യത്തെ നാട്ടിയിരിക്കുകയാണ്. സ്ലീബ ദേവാലയത്തിൻ്റെ മധ്യത്തിൽ നാട്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ആലയമാവുന്ന ശരീരത്തിൻ്റെ മധ്യത്തിൽ അത് നാട്ടപ്പെടണമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ സദരാചിന്തകളിൽ നിന്നും ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തിയിരുന്നു. അത് ശ്രദ്ധിക്കുവാൻ കഴിയാത്തവർക്ക് വേണ്ടി അത് വീണ്ടും പറയുകയാണ്. ഗോകുൽത്തായുടെ മധ്യേ നാട്ടപ്പെട്ടിരിക്കുന്ന ഈ ഗോകുൽത്ത പഴയ നിയമത്തിലെ മോശ മരുഭൂമിയിൽ ഉയർത്തിയ പിച്ചള സർപ്പത്തിൻ്റെ അടയാളമായിട്ടാണ്. അടയാളമായിട്ടല്ല, പിച്ചള സർപ്പം ഈ ഗോകുൽത്തായുടെ അടയാളമായിരുന്നു. അതായത് നിഴലായിരുന്ന ആ സംഭവത്തിൻ്റെ പൊരുളായി കർത്താവ് കാൽവറിയിൽ ഉയർത്തപ്പെട്ടതായിട്ട് കാണിക്കുന്നതിൻ്റെ പൊരുളാണ് ദേവാലയ മധ്യത്തിൽ നാട്ടിയിരിക്കുന്നത്. അതായത് ഈ നാട്ടപ്പെട്ടിരിക്കുന്ന ഗോകുൽത്ത ഇതിൻ്റെ അടയാളമായിരുന്ന മോശയുടെ പിച്ചർ സർപ്പത്തിൻ്റെ പൊരുളാണ്. പഴയ നിയമത്തിലെ എല്ലാ സംഭവങ്ങളും പുതിയ നിയമത്തിൻ്റെ അടയാളങ്ങളാണ്. എന്നാൽ ഈ ഗോകുൽത്ത പൊരുളായിരിക്കെ ഇതിൽ തന്നെ മറ്റൊരടയാളമുണ്ട്. ആ അടയാളത്തെപ്പറ്റി പറഞ്ഞു തന്നിരുന്നു. എന്നാലും വീണ്ടും ഒന്നും കൂടെ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് നവീകരിക്കുവാൻ വേണ്ടി വീണ്ടും പറയുകയാണ്. പൊരുളായിരിക്കുന്ന ഈ ഗോകുൽത്തായിൽ മറ്റൊരടയാളം മറഞ്ഞിരിപ്പുണ്ട്. അതെന്താണ്? അതായത് ഈ ദേവാലയം നമ്മുടെ ശരീരത്തിൻ്റെ പ്രതീകമാണ്. ശരീരത്തിൻ്റെ പ്രതീകമായ ഈ കെട്ടിടമാകുന്ന ഈ ദേവാലയത്തിൻ്റെ മധ്യേ നാട്ടപ്പെട്ടിരിക്കുന്ന ഈ ഗോകുൽത്ത ശരീരത്തിൽ ഹൃദയഭാഗത്ത് എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ മധ്യേ നമ്മൾ ഏറ്റെടുക്കുന്ന സ്ലീബായുടെ അടയാളത്തെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പൊരുളായിരിക്കുന്ന ഈ ഗോകുൽത്തായിൽ തന്നെ മറ്റൊരടയാളമുണ്ട്. സാധാരണ പൊരുളിൽ അതെല്ലാം അവസാനിക്കും. എന്നാൽ പുതിയ നിയമത്തെ പൊരുളിലും പല അടയാളങ്ങളും മറിഞ്ഞിരിപ്പുണ്ട്. ഉദാഹരണത്തിന് കർത്താവിൻ്റെ അന്ത്യനാളുകളെ പറ്റിയുള്ള പ്രവചനം യെരുശലേം ദേവാലയത്തിൻ്റെ അധഃപതനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് AD 70 സംഭവിച്ചു കഴിഞ്ഞു. പക്ഷേ യെരുശലേം ദേവാലയത്തിൻ്റെ പതനത്തോടുകൂടി കർത്താവിൻ്റെ പ്രവചനം അക്ഷരാർത്ഥത്തിൽ അത് പൂർത്തീകരിക്കപ്പെട്ടുവെങ്കിലും അതിൽ മറഞ്ഞിരിക്കുന്ന മറ്റൊരു പൊരുൾ എന്ന് പറയുന്നത് വരുവാനിരിക്കുന്ന ലോകാന്ത്യമാണ്. അതിൻ്റെ അടയാളമായിട്ടാണ് യെരുശലേം ദേവാലയത്തെ ഒരു ലോകം പോലെ കണ്ടുകൊണ്ട് ദൈവം വിശുദ്ധീകരിച്ച ആ ദേവാലയത്തിന് ഇപ്രകാരം ഒരു നാശം സംഭവിക്കുന്നുവെങ്കിൽ ലോകത്തിൽ നമ്മളെല്ലാവരും ജീവിക്കുന്ന ഈ കാലയളവിൽ നമ്മൾ എന്തുമാത്രം സൂക്ഷ്മതയോടുകൂടെ ജീവിക്കണമെന്നും ദൈവ പദ്ധതിയിൽ നിന്നും ദൈവകൃപയിൽ നിന്നും അകന്നു മാറിപ്പോയാൽ യെരുശലേം ദേവാലയത്തിന് സംഭവിച്ച അതേ അവസ്ഥ നമ്മുടെ ജീവിതത്തിലും ഈ ലോകത്തിന് മൊത്തവുമായിട്ടും ഉണ്ടാവും. ലോകാവസാനം എന്ന് പറയുമ്പോൾ 2-3 രീതിയിൽ അതിനെ കാണേണ്ടിയിരിക്കുന്നു. നമ്മുടെ ശരീരത്തിനൊരവസാനമുണ്ട്, നമ്മുടെ ഈ ലോകജീവിതത്തിനൊരവസാനമുണ്ട്, ഈ ലോകത്തിനും ഒരവസാനമുണ്ട്. ഇതെല്ലാം ലോകാവസാനത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ്.
അതുകൊണ്ട് തന്നെ നമ്മൾ എത്രമാത്രം സൂക്ഷ്മതയോടും ജാഗ്രതയോടും കൂടെ ജീവിക്കണമെന്നുള്ള കാര്യം കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിൽ നമുക്ക് ഒരുപാട് വേദനകളും പ്രയാസങ്ങളുണ്ട്, നൊമ്പരങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്. അവയെല്ലാം നമ്മൾ ഹൃദയത്തിൽ ഏന്തിക്കൊണ്ട് കർത്താവിൻ്റെ ജയമുള്ള സ്ലീബായോടുകൂടി ചേർത്ത് നിർത്തുകയാണ്. ഈ ഗോകുൽത്തായിൽ നിങ്ങൾ മുത്തുമ്പോൾ നിങ്ങളുടെ പ്രയാസങ്ങളെ വഹിച്ചുകൊണ്ട് വേണം അതിൽ മുത്തുവാൻ. നിൻ്റെ കുരിശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരുവാന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനം ഓർത്തുകൊണ്ട് അതിന്മേൽ നമ്മൾ മുത്തുമ്പോൾ ആ കുരിശിൽ നിന്നും കർത്താവിൻ്റെ മുറിവുകളിൽ നിന്നും രക്തത്തിൻ്റെ ആ ഒഴുക്കിൽ നമുക്കും അതിൽ പങ്കാളികളായി നമ്മുടെ ഉള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്തീബായിൽ നിന്നും കൂടി കൃപകളും അനുഗ്രഹങ്ങളും പുറപ്പെടുവാൻ സംഗതിയാവും. ആ സ്ലീബായിൽ നിന്നാണ് ഉയർപ്പ് ഉണ്ടാകേണ്ടത്. ഈ കുരിശെടുത്ത് ആഘോഷിക്കുമ്പോൾ അത് കർത്താവിൻ്റെ കഷ്ടതയെ നമ്മൾ ആഘോഷിക്കുന്നതായിട്ട് നമ്മൾ അതിനെ അടയാളമായിട്ട് കാണുമ്പോൾ ഈ കുരിശ് തന്നെയാണ് ഉയർപ്പിൽ ആഘോഷിക്കപ്പെടുന്നത്. അതായത് നമ്മുടെ കഷ്ടതകളാകുന്ന കുരിശുകൾ നമ്മുടെ ഉള്ളിൽ ഏന്തിക്കൊണ്ട് ഈ ശുശ്രൂഷകളിലൊക്കെ നമ്മൾ പങ്കാളികളാകുമ്പോൾ അതിൽ കൂടി കർത്താവിൻ്റെ കഷ്ടാനുഭവത്തോട് പങ്കുചേർന്ന് ആ കഷ്ടതയിൽ നിന്നെല്ലാം ഒരു ഉയർപ്പ് നമുക്കുണ്ടാകുവാൻ നമുക്ക് സംഗതിയാകും. അതിനുവേണ്ടിയാണ് നമ്മൾ നോമ്പിൽ സൂക്ഷ്മതയോടെ ജാഗരിച്ച് കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യം ആമുഖമായി നിങ്ങളെ ശ്രദ്ധയിലേക്ക് പെടുത്തിക്കൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 13-ാമത്തെ അധ്യായത്തിൻ്റെ നമ്മൾ പഠിച്ചതിൻ്റെ ബാക്കി ഭാഗമായിട്ട് ഇന്ന് നമുക്ക് വായിച്ച് ധ്യാനിക്കാം. നമുക്ക് 4-ാം വാക്യം തൊട്ട് വായിക്കാം. വായിക്കാമോ? 4-ാം വാക്യം തൊട്ട് വായിക്കാമോ? ഉറച്ചു വായിക്കണം. അത്രയും മതി. 4-ാം വാക്യം തൊട്ട് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. നമ്മൾ പഠിച്ചിരുന്ന കാര്യമാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കിയിരുന്ന കാര്യമാണ്. ലോകത്തിൽ ഒരു ഗുരുവും ഇങ്ങനെയൊരു പ്രവൃത്തി കാണിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ശിഷ്യന്മാരുടെ കാൽപാദത്തിലേക്ക് കുനിയുവാൻ തുടങ്ങി എന്ന് സാക്ഷീകരിക്കുമ്പോൾ ശിഷ്യന്മാർ ആകെ അങ്കലായ്പാലായിപ്പോയി കാണും. തങ്ങളുടെ ഗുരു തങ്ങളുടെ കാൽ കഴുകുവാൻ വേണ്ടി തങ്ങളുടെ കാൽപാദങ്ങളിലേക്ക് കുനിയുകയാണ്. കാൽപാദങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ശുശ്രൂഷ ചെയ്താലും അത് അടിമപ്പണിയുമായിട്ട് ബന്ധപ്പെട്ടാണ് യഹൂദന്മാർ കണ്ടിരുന്നത്. അതുകൊണ്ട് തങ്ങളുടെ നാഥനും ഗുരുവുമായവൻ ഇപ്രകാരം കുനിഞ്ഞ് ശിഷ്യന്മാരുടെ കാൽ കഴുകാൻ തുടങ്ങുന്നത് അവർക്കൊട്ടും ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന കാര്യമില്ലായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നതിന് മുമ്പേ കർത്താവ് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനായിട്ട് അവൻ വസ്ത്രം ഊരി വെച്ചു, ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രം വെള്ളത്തിൽ പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകാൻ തുടങ്ങി. കർത്താവ് ആദ്യം വസ്ത്രം ഉരിയുന്നതായിട്ട്
വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇതാണ്. പിന്നീട് കർത്താവിൻ്റെ അനുവാദമില്ലാതെ കർത്താവിൻ്റെ വസ്ത്രം വലിച്ചു കീറുമായിരുന്നു. ഇതവൻ സ്വയമായിട്ട് ഊരിവെച്ചു. ഏദൻ തോട്ടത്തിൽ ആദമിന് നഷ്ടപ്പെട്ടതായ അനശ്വരതയുടെ വസ്ത്രം അവൻ ഉരിഞ്ഞു കളഞ്ഞതിനെ തിരിച്ചു തരുവാനായിട്ട് പടയാളികൾ അവൻ്റെ വസ്ത്രം ഉരിയുന്നതിന് മുമ്പായി ആർക്കും അവൻ്റെ അനുവാദമില്ലാതെ അവനെ ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല എന്നുള്ളതിൻ്റെ അടയാളവുമായിട്ട് അവൻ വസ്ത്രം ഊരിവെക്കുകയാണ്. ഈ വസ്ത്രം ആദാം പാപം ചെയ്തതിൻ്റെ ഫലമായി അതിന്മേൽ കറകളും ചുളികളും ഉണ്ടായിരുന്നു. ആ വസ്ത്രം അവൻ ഏറ്റെടുത്ത് താൻ അണിഞ്ഞു. 2 കൊരിന്ത്യർ 5:21 വായിക്കണം. 2 കൊരിന്ത്യർ 5:21 പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. അപ്പോൾ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്ന് തൻ്റെ പരിശുദ്ധിയെല്ലാം പുറത്തേക്ക് കാണിക്കാതെ, തൻ്റെ പ്രഭ ഒന്നും പുറത്തേക്ക് കാണിക്കാതെ, തൻ്റെ തേജസ് അഗ്നിമയന്മാർ പോലും ചൂളുന്ന അവസ്ഥയിലായിരിക്കെ അവനത് ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ആദാമിൻ്റെ പാപം മുഴുവൻ തൻ്റെ ശരീരത്തിലേക്ക് ഏറ്റെടുത്ത് അവൻ കളങ്കപ്പെടുത്തിയതായ മലിന വസ്ത്രം പോലും അവൻ ഏറ്റെടുത്ത് ഉടുത്തിട്ട്, എന്നാൽ അത്താഴമായപ്പോൾ, ഇത് സ്വർഗീയ വിരുന്നാണ്, ഈ അത്താഴ വിരുന്നിൽ അശുദ്ധി വ്യാപാരം ഇല്ല. അശുദ്ധമായിട്ട് ഈ സദ്യയിൽ പങ്കെടുക്കുവാൻ സാധിക്കില്ല. ഇത് അന്ത്യ അത്താഴമാണ്. ആരുടെ അന്ത്യ അത്താഴം? ശിഷ്യന്മാരുടെയും കർത്താവിൻ്റെ അന്ത്യ അത്താഴമാണ്. എന്നാൽ കർത്താവിൻ്റെ ശിഷ്യന്മാരായിരുന്ന നമ്മളും ആത്മാവിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരാണ്. അത് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിലുണ്ടല്ലേ, പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇവർക്ക് വേണ്ടി മാത്രമല്ല ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വായിച്ചേ, 17-ാം അധ്യായം 20-ാം വാക്യം. ഇവർക്ക് വേണ്ടി മാത്രമല്ല ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാരെ ശ്രദ്ധിച്ചുകൊണ്ട് പറയുന്ന ഒരു വചനമാണിത്. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും കൂടെ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ വിശ്വസിപ്പാനിരിക്കുന്നവർ നമ്മളും അതിൽ പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നു. താഴോട്ട് വരുമ്പോൾ ആ കാര്യം കർത്താവ് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇവർ എന്നെ തിരഞ്ഞെടുത്തല്ല, ഞാൻ ഇവരെ തിരഞ്ഞെടുത്തതാണെന്ന് കർത്താവ് പറയുന്നുണ്ട്. അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ബലഹീനരായ നമ്മളെയും കർത്താവ് തൻ്റെ ശിഷ്യഗണത്തിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ശിഷ്യനായിരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ശിഷ്യത്വം നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശിഷ്യനായാൽ പോരാ, വിളിക്കപ്പെട്ടാൽ ശിഷ്യനായി, തിരഞ്ഞെടുക്കപ്പെട്ടാൽ ശിഷ്യത്വം നിലനിർത്തുവാനുള്ള കൃപ ലഭിച്ചു എന്നർത്ഥം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, വിളിക്കപ്പെട്ടവർ അനേകരാണ്, എല്ലാവരും വിളിച്ചിട്ടുണ്ട്. കർത്താവ് ഒരു ഉപമ ഇപ്രകാരം പറയുന്നുണ്ട്, സ്വർഗരാജ്യം ഒരു വലിയ വിരുന്നൊരുക്കിയ ഒരു വീട്ടുകാരനോട് സദൃശമാണ്. അവനെല്ലാവരും പോയി വിളിച്ചു, സർവ്വരെയും പോയി വിളിച്ചു, പക്ഷേ ആരും വന്നില്ല. ഓരോരുത്തർ ഓരോ ഒഴിവ് പറഞ്ഞു. അതായത്, എനിക്ക് മകളെ കല്യാണം കഴിപ്പിക്കാനുണ്ട്, എനിക്ക് പോയി അപ്പനെ അമ്മയെ നോക്കിയിട്ട് വരുവാനുണ്ട്, അല്ലെങ്കിൽ വയലൊഴുവാനുണ്ട്, അത് കഴിഞ്ഞിട്ട് വരാമെന്നാണ് പറയുന്നത്. അത് ഞാൻ കഴിഞ്ഞിട്ട് വന്നോളാം, അത് കഴിഞ്ഞിട്ട് വരാമെന്നാണ് പറയുന്നത്. അപ്പോൾ കർത്താവ് അവരോട് പറയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും, അവരൊക്കെ പോകേണ്ടിയവർ പോയ വഴിക്ക് പോട്ടെ, നിങ്ങൾ പോയി വഴിവക്കത്ത് എന്നിട്ട് മുടന്തർ, അംഗഹീനർ, ദരിദ്രർ അവരെല്ലാം വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും വിളിച്ചു. ആ വിളിച്ചുകൊണ്ട് വന്നവരുടെ കൂട്ടത്തിലും ഒരുത്തന് എന്തില്ലായിരുന്നു? കല്യാണ വസ്ത്രമില്ലായിരുന്നു. അപ്പോൾ ഈ ശുശ്രൂഷയിൽ വസ്ത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. തിരുവത്താഴം എന്ന് പറയുന്നത് ശുദ്ധിയുള്ള വസ്ത്രം ഉപയോഗിച്ച് മാത്രമേ നമ്മളിവിടെ നിൽക്കാവൂ. അതിൻ്റെ അടയാളമായിട്ടാണ് പട്ടക്കാരൻ കാപ്പ ധരിക്കുന്നത്. പട്ടക്കാരൻ ഈ കറുത്തൂപ്പായിട്ടോ അല്ലെങ്കിൽ ഒരു വെള്ളക്കുപ്പായിട്ടോ
വിശുദ്ധ ബലി അർപ്പിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം അതാണ്. ആ വിശുദ്ധ ബലിയിൽ കർത്താവ് താൻ അന്ന് വരെ ധരിച്ചിരുന്ന വസ്ത്രമെല്ലാം മാറ്റിവെച്ചിട്ട് അരയിലൊരു തുവർത്തെടുത്ത് ചുറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു തുവർത്ത്, ഏഫോദ്, ഊമീമും തൂറീമും എന്ന് പഴയ നിയമത്തിൽ പറയുന്നത് പോലെ കർത്താവ് തുവർത്തെടുത്ത് ചുറ്റിയത് ആദാമിൻ പാപത്തെ താൻ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തതിനെ ഈ ശുശ്രൂഷയ്ക്ക് ആ ആ വസ്ത്രം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വീണ്ടും ആത്മാവിൽ ആ പാപം ഏറ്റെടുത്തുകൊണ്ട് കാൽവറിയിലേക്ക് കയറി യാഗമായി തീരുകയാണ്. ആ യാഗത്തിലാണ് അത് പരിഹരിക്കപ്പെടുന്നത്. പക്ഷേ അത് ആ യാഗം കഴിഞ്ഞാൽ പിന്നെ അപ്പവീഞ്ഞുകളിൽ കൂടി ആ ശുശ്രൂഷ തുടർന്നുകൊണ്ട് പോകാൻ വേണ്ടി അത് കൈമാറുവാൻ പറ്റുമോ? കർത്താവ് മരിച്ചു കഴിഞ്ഞു, അത് പറ്റില്ല. അതുകൊണ്ട് ആ ശുശ്രൂഷ മുന്നമേ അത് ക്രമീകരിക്കുകയാണ്. മുന്നമേ ക്രമീകരിച്ചിട്ട് വിശുദ്ധിയുടെ തലത്തിൽ നിന്നുകൊണ്ട് പ്രത്യേക മാളികയൊക്കെ ക്രമീകരിച്ച് അവിടെയാണ് ഈ ശുശ്രൂഷ നടത്തുന്നത്. അവിടെ വിരിച്ചൊരുക്കിയ മാളികയാണ്. ത്രോണോസ് എല്ലാം വിരിച്ചാണ് ഇട്ടിരിക്കുന്നത്. എപ്പോഴും വിശുദ്ധിയോടുകൂടി വിരിച്ച് എപ്പോഴും വെടിപ്പോടുകൂടി കിടക്കേണ്ട ഒരു ഇടമാണ് ദേവാലയം. ദേവാലയത്തിൻ്റെ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും പ്രത്യേകിച്ച് ബലിപീഠവും. അപ്പോൾ അതെല്ലാം നമ്മുടെ വിശുദ്ധിയുടെ അടയാളങ്ങളാണ്. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരുടെ കാൽപാദത്തിന്മേൽ കുനിഞ്ഞിരിക്കുവാൻ തയ്യാറായപ്പോൾ തന്നെ അവർ ഭയന്നുപോയി. പിതാക്കന്മാരുടെ പ്രാർത്ഥനകളെല്ലാം മേലുള്ള സ്വർഗീയ ഈരന്മാർ, അഗ്നിമയന്മാർ ഇത് കണ്ട് ഭ്രമിച്ചുപോയി എന്നാണ് പറയുന്നത്. കാര്യം ആരാണ് സൃഷ്ടിയുടെ മുമ്പിൽ വണങ്ങി നിൽക്കുന്നതെന്ന് സൃഷ്ടിക്ക് ബോധ്യമില്ലെങ്കിലും സൃഷ്ടാവിനും ആകാശത്തിലെ സ്വർഗീയ സൈന്യങ്ങൾക്കും കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് അവർ ഭയമോട് വിഹ്വലരായി മേവി എന്നൊരു പാട്ട് തന്നെ നമ്മുടെ ദുഃഖുള്ളിയാഴ്ച നമസ്കാരത്തിലുണ്ട്. കേട്ടിട്ടുണ്ടോ? അത് സാധാരണ അത് പാടാറില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്യൂൺ ആർക്കും അത്ര അറിയില്ല. എനിക്ക് തോന്നുന്നു 9-ാം മണി നമസ്കാരത്തിലൊരു പാട്ടുണ്ട്. ദൈവം സ്കീപ്പാമേൽ തൂങ്ങി, സൃഷ്ടികൾ അതിവിസ്മയമാർന്നു, ആകാശത്തിലെ സൈന്യങ്ങൾ ഭയമോട് വിഹ്വലരായി മേവി, പീലാത്തോസ് എന്നവനും കർത്താവിനെ കുരിശിപ്പാൻ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞൊരു ഗീതമുണ്ട് അല്ലേ? കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദൈവം സ്കീപ്പാമേൽ തൂങ്ങി, സൃഷ്ടികൾ അതിവിസ്മയമാർന്നു, ആകാശത്തിലെ സൈന്യങ്ങൾ ഭയമോടു വിഹ്വലരായി മിന്നി, പീലാത്തോസിൻ മൗലിയരിൽ മൗലി വണങ്ങിയ സുതനെ കണ്ടപ്പോൾ. ഇങ്ങനെ പറഞ്ഞൊരു ഗീതമുണ്ട്. അത് നല്ലൊരു മനോഹരമായ ഗീതമാണ്. അതായത് ദൈവം സ്കീപ്പാമേൽ തൂങ്ങി എന്നാണ് പറയുന്നത്. ദൈവം, യേശു തൂങ്ങിയെന്നോ ക്രിസ്തു തൂങ്ങിയെന്നോ ഒന്നുമല്ല. പിന്നെ ആരാണ് തൂങ്ങിയിരിക്കുന്നത്? ദൈവം. അത് സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ എന്ന ഏകദൈവത്തിൻ്റെ രണ്ടാമത്തെ അവതാരമായ പുത്രൻ ദൈവപുത്രനാവുന്നുവെന്നും അവൻ പിതാവിനോടും പരിശുദ്ധ റൂഹായോടും കൂടെ ഒരുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെട്ടവനാകുന്നുവെന്നും അവൻ മനുഷ്യനായി ദൈവത്വം ഒട്ടും അതിൽ നിന്ന് മാറിപ്പോകാതെ ഈ ഭൂമിയിൽ ആദാമിൻ്റെ പാപം താൻ ഏറ്റെടുത്ത് എന്നാൽ അശുദ്ധി അവനെ ബാധിക്കാതെ അവൻ ജീവിച്ചു. ആ പാപത്തെ തളയ്ക്കുവാൻ വേണ്ടി ആ പാപം ആക്കേണ്ടി വന്നു. അതാണ് പാപം എന്തെന്നറിയാത്തവനെ നാം അവനിൽ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി തന്നെത്താൻ പാപം ആക്കി എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ക്രമീകരണങ്ങളും ആ കഷ്ടാനുഭവത്തിൻ്റെ എല്ലാ വഴികളിലേക്കും കർത്താവ് തുടങ്ങുന്നതിൻ്റെ ആദ്യ അടയാളമാണ്. ഇതിനു വേണ്ടിയാണ് കർത്താവ് വന്നിരിക്കുന്നത്. തൻ്റെ ജനനം, മാമോദീസ, ചേലാകർമ്മം, അതുപോലെ തന്നെ സുവിശേഷം, പെസഹ, കഷ്ടാനുഭവം, ഉയർത്തെഴുന്നേൽപ്പ്. ഈ കാര്യങ്ങൾ അവൻ്റെ രക്ഷണ്യ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കർത്താവ് പ്രവേശിക്കുകയാണ്. ഇതായിരുന്നു കർത്താവ് വന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. തൻ്റെ ശരീരവും രക്തവും
എല്ലാവർക്കും കൊടുക്കണം. അതിനായിട്ട് വീഞ്ഞുകളിൽ കൂടി അത് നൽകണം. കർത്താവ് കുരിശിലേറി കഴിഞ്ഞാൽ പിന്നെ അത് നടക്കില്ല. അതിനു മുമ്പായിട്ട് കുരിശിൽ എന്ത് സംഭവിച്ചോ, കുരിശിൽ നടന്ന ത്യാഗത്തിൽ എന്തുമാത്രം കൃപാവരങ്ങൾ ഇറങ്ങി പിതാവാം ദൈവം അതിൽ പ്രസാദിച്ചുവോ അത്രയും പ്രസാദം ഒട്ടും കുറയാതെ നമ്മൾ വീഞ്ഞുകളിൽ കൂടി അനുഷ്ഠിക്കുന്ന ദിവ്യ ബലിയിൽ കൂടി, പരിശുദ്ധ കുർബാനയിൽ കൂടി കർത്താവിൻ്റെ തിരുശരീര രക്തവും ഭക്ഷിക്കുന്നതിനാൽ ലഭിക്കും. അതുകൊണ്ട് കർത്താവ് ഏറ്റെടുക്കുവാൻ പോകുന്ന തലയെ തകർക്കുവാനുള്ള ഉത്തരവാദിത്വം നമ്മളെ കൊണ്ട് സാധിക്കില്ല. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും. തലയെ തകർക്കുവാനുള്ള ഒരു ശക്തി വീണുപോയ ആദാമിനില്ല. നമുക്ക് ഈ നോമ്പിലെ ഈ നമസ്കാരത്തിൽ അതിനെപ്പറ്റി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗമായിട്ട് തിരുവത്താഴം നടത്തണം. അന്ത്യത്താഴം എന്ന് പറയുന്നത് കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അന്ന് ആ ഭൂമിയിലായിരുന്ന യേശു തമ്പുരാൻ്റെ മാത്രം അന്ത്യത്താഴമാണ്. പക്ഷേ ഉയർത്തെഴുന്നേറ്റവനായ യേശുവിൻ്റെ അത്താഴത്തിൻ്റെ, അതായത് ദിവ്യവിരുന്നിൻ്റെ ഒരു പങ്കാളിത്തം തന്നെയാണ്. അത് കണ്ടിന്യൂവേഷനാണ്. ഈ ദിവ്യവിരുന്ന് ആദ്യം മുതലേ ഉണ്ട്. എന്നാൽ മനുഷ്യൻ ഈ ദിവ്യവിരുന്നിൽ നിന്ന് അകന്നുപോയി അതിൽ പങ്കാളിത്തം ഇല്ലാത്തവനായി മാറി. ആ പങ്കാളിത്തത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി കർത്താവ് വന്ന് ആ ദിവ്യവിരുന്ന് മനുഷ്യരുടെ ഇടയിൽ അത് സ്ഥാപിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിൽ പങ്കാളികളായിക്കൊള്ളുവാൻ പറയുകയാണ്. പങ്കാളിത്തമാണ്, അല്ല അതായത് പാർട്ടേക്കിങ്. ഇംഗ്ലീഷിൽ അതിന് കൃത്യമായിട്ട് വേർഡിങ്സ് ഉണ്ട്. മലയാളത്തിൽ അതിന് പങ്കാളിത്തം എന്നാണ് രണ്ടിനും പറയുന്നതെന്ന് തോന്നുന്നു. അതായത് പാർട്ടിസിപ്പേഷനല്ല, ഇത് പാർട്ടിസിപ്പേഷനല്ല, പങ്കാളിത്തമാണ്, അവകാശമാണ്. പങ്കാളിത്തത്തിൽ അവകാശമുണ്ട്. മക്കൾക്കാണ് അവകാശമുള്ളത്. പങ്കാളിത്തത്തിൽ അവകാശമുണ്ട്, പക്ഷെ പാർട്ടിസിപ്പേഷനിൽ അവകാശം വേണമെന്ന് നിർബന്ധമില്ല. ഞാനൊരു പ്രോഗ്രാമിൽ ചെന്നു, അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പോകുന്നു. അതിനെനിക്കൊരു റോളും അത് അവിടെ വേണമെന്നില്ല. പക്ഷെ പങ്കാളികൾ അങ്ങനല്ല. പങ്കാളികൾക്ക് അവിടെ നിർബന്ധമായിട്ടും ചില അവകാശങ്ങളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതിനകത്ത് റോളുകളുണ്ട്. ഈ തിരുവത്താഴം എന്ന് പറയുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ളതാണ്. അല്ല, കുർബാന എന്ന് പറയുന്നത് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ ആദാമിനും ഹവ്വായ്ക്കും ഉണ്ടായിരുന്നതാണ്. എവിടെ ഉണ്ടായിരുന്നു? അത് എവിടുന്നാണ്? വേദപുസ്തകത്തിൽ നമ്മൾ തെളിയിക്കുന്നത് എവിടുന്നാണ്? ചുമ്മാ പറഞ്ഞാൽ പോരാല്ലോ. എല്ലാം പറയുന്നത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം. അത് വേറെ രീതി. നമ്മൾ ആദവും ഹവ്വായ്ക്കും ഈ കർത്താവിൻ്റെ തിരുവഴുത്താഴത്തിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നുവെന്ന് വേദപുസ്തകത്തിൽ നിങ്ങൾ എങ്ങനെ തെളിയിക്കും? ഉൽപ്പത്തി പുസ്തകം ആദിയിലേക്ക് പോയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ധാരണ കിട്ടുന്നുണ്ടോ? 1-ാം അധ്യായത്തിലേക്ക് പോയാൽ, അല്ലെങ്കിൽ 3-ാം അധ്യായത്തിലേക്ക് പോയാൽ, അല്ലെങ്കിൽ 2-ാം അധ്യായം, അവിടെ എല്ലാം ഇത് പ്രതിപാദിച്ചിട്ടുണ്ട്. ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി. തോട്ടത്തിൻ്റെ നടുവിൽ 2 വൃക്ഷങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷവും, 2 ജീവവൃക്ഷവും. അപ്പോൾ നടുക്കവിടെ നിൽപ്പുണ്ട്. ഇത് ഭക്ഷിക്കുവാൻ വേണ്ടിയാണ്. ആർക്ക് ഭക്ഷിക്കുവാൻ വേണ്ടി? ആദമിനും ഹവ്വായ്ക്കും ഭക്ഷിക്കുവാൻ വേണ്ടിയാണ്. പക്ഷേ ഭക്ഷിക്കുവാൻ പ്രത്യേക ക്രമീകരണങ്ങൾ. ഇത് ചുമ്മാ ഭക്ഷിക്കുവാൻ പറ്റില്ല. വിശുദ്ധ കുർബാന ചുമ്മാ വന്ന് ഭക്ഷിക്കുവാൻ പറ്റില്ല. അതിനൊരു സമയം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്തിന് അത് അവന് കൊടുക്കുവാൻ വേണ്ടി തന്നെയാണ് ജീവവൃക്ഷവും നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷവും അവിടെ നാട്ടിയിരുന്നത്. പക്ഷേ പിശാച് കെണിവെച്ച് കളഞ്ഞു. നോമ്പിലെ നമസ്കാരക്രമമാണിത്. ഇത് ഇപ്പോൾ എൻ്റെ കയ്യിൽ മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഞാനിത് പ്രത്യേകം വരുത്തിയതാണ്. ഇത്രയും വലിപ്പമുള്ള നോമ്പിൻ്റെ പുസ്തകം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് ശരിക്കുമുള്ള നോമ്പിൻ്റെ നമസ്കാരം. മലയാളമാണ്. സിറിയക്കായിരുന്നു ട്രാൻസ്ലേറ്റ് ചെയ്ത് ഫുൾ നോമ്പിൻ്റെ നമസ്കാരം. അതുപോലെ ശീമാസ്കാരം അങ്ങനെ തന്നെ ഉണ്ട്. ശീമാസ്കാരം നമ്മൾ കാണുന്നത് 4-1 ഉള്ളൂ. ശീമാസ്കാരം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? 4-1 ഉള്ളൂ. ഇതിന് പറയുന്നത് മെനവോലം വേർഷൻ എന്നാണ്. അതായത് നമ്മൾ ഓരോ ഗീതങ്ങൾ പാടുമ്പോൾ അവസാനത്തെ സ്റ്റാൻസയ്ക്ക് മുമ്പ് ഒരു ശുഭഹോല ബോലബറുവൽ റൂഹോ കാദീശോ, അപ്പോൾ ജനങ്ങളെല്ലാം മെനവോലം ഓതാ മെൻവോലം ഉൽമീൻ ആമീൻ എന്ന് ചൊല്ലുന്നത് നിങ്ങൾക്കറിയാം, നിങ്ങൾ പരിചിതമാണ്. ശരിക്കും അതിൽ ശുഭഹോല മാത്രമേ ഉള്ളൂ.
എല്ലാ സ്റ്റാൻസായുടെ ഇടയ്ക്കും ഓരോ ശുഭഹോയും ഓരോ മെനവോലവും ഉണ്ട്. അപ്പോൾ ഈ മെനവോലം കഴിഞ്ഞിട്ട് വേറൊരു സ്റ്റാൻസ കാണും. ആ സ്റ്റാൻസ ഒന്നും ഇതിനകത്തില്ല. അത് കട്ട് ചെയ്തിട്ട് ശുഭഹോ സ്റ്റാൻസ മാത്രം എഴുതിയിട്ട് ലാസ്റ്റിൽ ഒരു സ്റ്റാൻസായ്ക്ക് മുമ്പ് ശുഭഹോല മെനവോലം മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു സെറ്റ് ഓഫ് ഗീതത്തിന് മുമ്പ്, ഉദാഹരണം കൃപ ചെയ്യണമേ നാഥാ കൃപ ചെയ്യണമേ ദേവാദീശ നാഥാ തിരുമുമ്പിൽ എന്നുള്ള ഒരു സെറ്റ് ഓഫ് ഗീതം താഴോട്ടുണ്ടല്ലോ. എത്രയുമുണ്ടോ അതിൻ്റെ ഇരട്ടിയുണ്ട് യഥാർത്ഥത്തിൽ. ഓരോ സ്റ്റാൻസ കഴിഞ്ഞൊരു ശുഭഹോലോ പിന്നെ ഒരു മെനവോലോ. ആ സ്റ്റാൻസ മെനവോലം സ്റ്റാൻസ കട്ട് ചെയ്തു. പിന്നെ അടുത്ത ശുഭഹോയാണ് ഇട്ടേക്കുന്നത്. അതിൻ്റെ സ്റ്റാൻസാണ് എഴുതിയിരിക്കുന്നത്. അത്രയും മതി. ഇപ്പോൾ ഒരുപാടങ്ങ് നമ്മൾ അതിനുള്ള സമയം ഇല്ല. എന്നാൽ സന്യാസിമാർക്കും ഗ്രീസിലൊക്കെ ജീവിച്ചിരുന്ന ചർച്ച് ഫാദേഴ്സ് എഴുതിയിട്ടുള്ള ഫുൾ വേർഷനാണിത്. അപ്പോൾ ഇതിൽ മെനവോലം വേർഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോമ്പിൽ നടത്തുന്ന നമസ്കാരത്തിൻ്റെ ഓരോ സ്റ്റാൻസയ്ക്കും അതുകൂടാതെ മറ്റൊരു സ്റ്റാൻസയുണ്ട്. അത് കട്ട് ചെയ്തിരിക്കുകയാണ് ബാക്കിയുള്ള പുസ്തകങ്ങളെല്ലാം. അതും കൂടെ ചേർത്തുള്ള പുസ്തകമാണ് ഇത്. ഞാനിതൊന്ന് ചൊല്ലി നോക്കി എൻ്റെ മുറിയിലിരുന്ന്. രാത്രി നമസ്കാരം പ്രഭാത നമസ്കാരം കൂടെ മാത്രം 2 മണിക്കൂർ എടുക്കും. നമ്മളിപ്പം രാത്രി നമസ്കാരം പ്രഭാത നമസ്കാരം കൂടെ ദേവാലയത്തിൽ നമ്മൾ നടത്തുന്ന ശുശ്രൂഷ 1 മണിക്കൂറാണ് എടുക്കുന്നത്. എന്നാൽ ഈ ശുശ്രൂഷ നടത്തിയാൽ ഏകദേശം 2 മണിക്കൂർ എടുക്കും. അത് സന്യാസിമാർക്കും അങ്ങനെയുള്ളവർക്കുമൊക്കെ മുഴുവൻ സമയവും ദൈവാശ്രയത്തിലിരിക്കുന്നവർക്ക് വേണ്ടി ക്രമീകരിച്ചിട്ടുള്ള അവരെഴുതിയിട്ടുള്ള ആദ്യകാലത്ത് എഴുതിയിട്ടുള്ള പുസ്തകമാണിത്. ഇതിലെ ഇന്നത്തെ പ്രാർത്ഥന നിങ്ങളെ ശ്രദ്ധയിലേക്ക് വായിച്ച് കേൾപ്പിക്കാം. അപ്പോൾ ഇതിനകത്ത് ബോവൂസോ കഴിഞ്ഞിട്ട്, അതായത് അനുതാപത്തിൻ്റെ ഒരു സെദറായും ബോവൂസോയും കോലയൊക്കെ കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥനകൾ വായിക്കുകയാണ്. സെദറായിലെ 1-2 പ്രാർത്ഥനകൾ നിങ്ങളെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. ഹൗവ പഴത്തിൽ നിന്ന് ഭക്ഷിച്ചു, അവൾ കയ്പുള്ള മരണം പ്രാപിച്ചു, ഇതാ സകല മനുഷ്യരും അവളുടെ കടച്ചീട്ടിൽ അകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഹൗവായും ആദവും പാപം ചെയ്തതിനാൽ ആ പാപത്തിൻ്റെ ഫലം നമ്മളിലേക്ക് വരുന്നില്ല. എന്നാൽ പാപത്തിൻ്റെ ഒരു ഇഫക്റ്റ് ഉണ്ട്, അത് വരും. ഫലം എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നതിൻ്റെ ശിക്ഷ തലമുറ അനുഭവിക്കേണ്ട, അത് കർത്താവ് ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ പിന്നെ മാമോദിസയിൽ കഴുകിക്കളയുന്നത് അവർ ചെയ്തു പോയതിൻ്റെ ഒരു ദുഷ്പേര് വന്ന് കിടപ്പുണ്ട്. അതിന് ഉദാഹരണം പറഞ്ഞിട്ടുണ്ടല്ലേ. കൊലപാതകം നടത്തിയ ഒരപ്പൻ്റെ മകൻ എത്ര വലിയ വിശുദ്ധനാണെങ്കിലും അവന് കൊലപാതകിയുടെ മകൻ എന്നുള്ള പേര് കിടക്കും. ആ പേരാണ് മാമോദിസയിൽ മായ്ച്ചു കളയുന്നത്. ആ പേര് മായ്ച്ചു കളഞ്ഞെങ്കിൽ മാത്രമേ ജീവോത്സവത്തിൽ എഴുതാൻ പറ്റത്തുള്ളൂ. കാരണം തിരുവത്താഴവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും, മാമോദിസ എന്ന് പറയുന്ന തിരുവത്താഴത്തിലേക്കുള്ള എൻട്രിയാണ്. അതുകൊണ്ടാണ് മാമോദിസ കഴിഞ്ഞ ഉടനെ കുഞ്ഞിന് വിശുദ്ധ കുർബാന കൊടുക്കുന്നത്. നമ്മുടെ സഭ അങ്ങനെയാണ് ചെയ്യുന്നത്. മാമോദിസയിൽ അപ്പോൾ അതിന് യോഗ്യത കിട്ടുകയാണ്. നമ്മൾ പിന്നെ വെച്ചുകൊണ്ടിരിക്കത്തില്ല. അതായത് പിന്നെ പ്രായമാകുന്നവരെ ഒന്നും പൗരസ്ത്യ ദർശനത്തിൽ അങ്ങനെ ഒരു പഠിപ്പീരില്ല. മാമോദിസ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ കുഞ്ഞിന് യോഗ്യത കിട്ടുകയാണ്, അപ്പോൾ തന്നെ കുർബാനയും കൊടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് മാമോദിസയിൽ എന്താ പറയുന്നത്? ഇവൻ്റെ മലിനമായ വസ്ത്രം ഉരിഞ്ഞ് അനശ്വര വസ്ത്രം ഇവനെ ധരിപ്പിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന മുഴുവൻ, മാമോദിസയുടെ ക്രമം മുഴുവൻ ശ്രദ്ധിച്ചാൽ അറിയാം, വസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ്. വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞിട്ട് അനശ്വരമായ വസ്ത്രം ഇവനെ ധരിപ്പിക്കണമേ. ആദാം ഹവ്വായും ഏദൻ തോട്ടത്തിൽ ഉരിഞ്ഞു കളഞ്ഞതാണ് ഈ വസ്ത്രം. ഉരിഞ്ഞു കളഞ്ഞപ്പോൾ അവർ തൽക്കാലത്തേക്കൊരു വസ്ത്രം ഉണ്ടാക്കിയില്ലേ, അത്തി കൊണ്ടുള്ള വസ്ത്രം. ആ വസ്ത്രത്തിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ആ വസ്ത്രത്തിന് ഒന്നാതെ നിലനിൽപ്പില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ വസ്ത്രം പരസ്പരം നഗ്നത മറയ്ക്കുവാനേ സഹായിക്കത്തുള്ളൂ. അതായത് ആദാമിൻ്റെ നഗ്നത ഹവ്വായ്ക്കും, ഹവ്വായുടെ നഗ്നത ആദാമിനും മറച്ചു വയ്ക്കാൻ പറ്റിയേക്കും. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ അവർ നഗ്നരാണ്. ഇതാണ് മനുഷ്യനുണ്ടാക്കുന്ന വസ്ത്രത്തിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞത്. അപ്പോൾ ആ വസ്ത്രം കർത്താവ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് തുവർത്തെടുത്ത് ചുറ്റി അനശ്വര വസ്ത്രം നൽകുന്ന പരിശുദ്ധ ബലിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ആദ്യം പൗരോഹിത്യത്തിൽ അവരെ അഭിഷേകം ചെയ്യുന്നതിൻ്റെ അടയാളമായിട്ടാണ് കാല് കഴുകുന്നത്. ശ്രദ്ധിച്ചോളണം, പൗരോഹിത്യത്തിൻ്റെ നൽവരത്തിൽ അവരെ അഭിഷേകം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കാല് കഴുകുന്നത്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഈ പ്രാർത്ഥന ഒന്ന് വായിക്കുകയാണ്.
തൻ്റെ സ്നേഹമൂലം തൻ്റെ സ്വരൂപത്തിൽ തൻ്റെ ദയയാൽ ഞങ്ങളെ സൃഷ്ടിച്ച ദൈവമേ, ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും നിൻ്റെ കരുണയാലും കൃപയാലും പൊറുക്കണമേ. എന്നിട്ട് നമ്മളോടൊരു ആഹ്വാനമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആദാമിൻ്റെ വർഗത്തെ ദൈവം ആദ്യമേ അറിഞ്ഞ് അവൻ്റെ പ്രിയപുത്രൻ്റെ സാദൃശ്യത്തിൽ മുദ്രയിട്ടു. ആദാമിൻ്റെ വർഗത്തെ എന്ന് പറഞ്ഞാൽ മനുഷ്യരാശിയെ ദൈവം മുന്നമേ അറിഞ്ഞ്, അതാണ് എഫേസ്യലേഖനത്തിൽ പറയുന്നത്. മുൻ നിർണയിച്ചത് മുൻകൂട്ടി നിശ്ചയിച്ചു. ഞാനത് എഫേസ്യലേഖനം 1-ാം അധ്യായം പഠിപ്പിച്ച ഭാഗത്തുണ്ട്. ദൈവം നിർണയിച്ചത് മുൻകൂട്ടി നിശ്ചയിച്ചു. ആ നിശ്ചയിച്ചത് എന്താണ്? ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിക്കുന്നതിന് മുമ്പായിട്ട് ദൈവത്തിൻ്റെ മുൻനിർണയത്തിൽ, അല്ലെങ്കിൽ ജ്ഞാനത്തിൽ എന്ന് പറയുന്നതാണ് ഒന്നുകൂടെ നല്ലത്, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ അവന് നിശ്ചയമായും അറിയാം ഇവൻ പാപത്തിൽ വീണു പോകും എന്നുള്ളത്. എന്നാൽ അവിടെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ദൈവത്തിന് അറിയാവുന്ന കാര്യം, ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവത്തിന് അറിയാമെന്ന് പറയുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ദൈവം ഈ മനുഷ്യനെ സൃഷ്ടിച്ചതെന്നൊരു ചോദ്യമുണ്ട്. അവൻ വീഴുമെന്നറിയാമല്ലോ, ഒന്നാമത്തെ കാര്യം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ അവനെല്ലാം അറിയാമെങ്കിലും ആ അറിവ് ദൈവത്തിൻ്റെ ബോധ്യത്തിലേക്ക് വരുവാൻ നമ്മുടെ സ്വാതന്ത്ര്യം ഒരു ഘടകമാണ്. ഞാൻ പറയുന്ന വല്ല മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ പറയാം. ദൈവത്തിന് അറിയാം, സർവജ്ഞാനിയാണ് അവൻ. അവൻ്റെ ജ്ഞാനത്തിലാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഈ അറിവിന് നമ്മളുടെ ചെയ്തികളുമായിട്ടൊരു ബന്ധമുണ്ട്, പ്രവൃത്തികളുമായിട്ടൊരു ബന്ധമുണ്ട്. ആ പ്രവൃത്തി നമ്മൾ ചെയ്യുമോ ചെയ്യാതിരിക്കുമോ എന്നുള്ള സാധ്യത, ഭേദാഭേദങ്ങളെ വിവേചിച്ച് അത് ചെയ്യുമോ ചെയ്യുവാതിരിക്കുമോ എന്നുള്ള സാധ്യത നമ്മളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം പോലും അറിയുന്നത്. കിട്ടിയോ? കിട്ടിയില്ലെന്ന് പറ. കാണത്തില്ല. കിട്ടിയില്ല. ഉള്ള കാര്യം പറയാമോ? ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളണം. ദൈവത്തിനെല്ലാം അറിയാം, അവൻ സർവജ്ഞാനിയാണ്. അപ്പോൾ നമ്മളുടെ അവസ്ഥ എല്ലാം പ്രോഗ്രാം ചെയ്ത് വെച്ചേ കാണുന്ന പോലെ ആവത്തില്ലേ അത്? അങ്ങനെയല്ല. നമുക്ക് തന്നിട്ടുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ ജ്ഞാനത്തിലേക്ക് ആ ബോധ്യം വന്നു കയറും. ഇത് ഞാൻ ഉദാഹരണം പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഉൽപ്പത്തി പുസ്തകത്തിൽ എനിക്ക് അധ്യായം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. 22-ാം അധ്യായത്തിലല്ലേ അബ്രഹാം ഇസാക്കിനെ ബലി അർപ്പിക്കുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്? 22-ാം അധ്യായത്തിൽ. അപ്പോൾ 13-ാം വാക്യം തൊട്ട് താഴോട്ട് വായിച്ചാൽ, അതല്ല, അതിനു മുമ്പാണ്. അബ്രഹാം ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് അവർ എത്തി. അബ്രഹാം ഒരു യാഗപീഠം പണിത് വിറകടക്കി തൻ്റെ മകൻ ഇസ്ഹാക്കിനെ കെട്ടി യാഗപീഠത്തിന്മേൽ വിറകിന്മീതെ കിടത്തി. അപ്പോൾ എനിക്ക് ദൈവം കൽപ്പിച്ചിരുന്ന സ്ഥലത്ത് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിൻ്റെ ഏകജാതനായ മകനെ നീ എനിക്ക് ബലി അർപ്പിക്കണം. അപ്പോൾ എന്താ നടക്കാൻ പോകുന്നതെന്നുള്ള കാര്യം ദൈവത്തിന് മുന്നമേ അറിയാം. അറിയാമോ ഇല്ലയോ? അറിയാം, കൃത്യമായിട്ടറിയാം. ഒരു വിടാതെ ദൈവത്തിനറിയാം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആ അറിവ് നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള ഒരറിവല്ലത്. അതായത് നമ്മൾ ദൈവത്തിനെല്ലാം അറിയാം. ഈ അറിവിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിനൊരു വലിയ പങ്കുണ്ട്. ഈ ദൈവത്തിൻ്റെ ഈ അറിവിൽ നിന്ന് നമുക്ക് വേണേ മാറിപ്പോകാം. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ അർത്ഥം. ആ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അപ്പം അബ്രഹാം എനിക്ക് ആകെപ്പാടെ ഉണ്ട ഒരു മകനാണ്. എത്ര നാളുകൾക്ക് ശേഷം ഞാൻ ആറ്റുനോറ്റിരുന്ന് പ്രാർത്ഥിച്ച് നിന്നോടുള്ള സ്നേഹത്തിൽ ജീവിച്ച് വിശ്വസ്തനായി നടന്ന് പറയുന്നതെല്ലാം ചെയ്ത് പോകുന്നിടത്തെല്ലാം പോയി നീ കൽപ്പിച്ചിടത്തെല്ലാം പോയി ജീവിച്ച് അതിൻ്റെ ഫലമായിട്ട് എനിക്ക് കിട്ടിയതാണ് എന്നുള്ളൊരു ബോധ്യത്തിൽ ഇതിനെ ഞാൻ തരത്തില്ലെന്ന് വേണമെങ്കിൽ അബ്രഹാമിന് പറയാം. ആ സ്വാതന്ത്ര്യം അബ്രഹാമിനുണ്ട്. അബ്രഹാം ഇത്രയും വലിയ വിശ്വാസികളുടെ പിതാവായത് എന്തുകൊണ്ടാണ്? ഈ ഒറ്റ ബലിയിലാണ്. താഴോട്ട് വായിച്ചേ. പിന്നെ അബ്രഹാം കൈ നീട്ടി തൻ്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്തുനിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു.
ഞാനിതാ എന്നവൻ പറഞ്ഞു. ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്. അടുത്ത വചനമാണ് ശ്രദ്ധിക്കേണ്ടത്. അവനോടൊന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായ്ക കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ഇപ്പോഴാണ് ദൈവത്തിനത് മനസ്സിലായത് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് മുന്നമേ ഇതൊന്നും അറിയത്തില്ല എന്നുള്ളതല്ല. ഈ സ്വാതന്ത്ര്യം അവിടെ കിടപ്പുള്ളത് കൊണ്ട് ആ ഒരു എന്താണ് ആ വാക്കെനിക്കറിയത്തില്ല, അതവിടെ കിടപ്പുണ്ട്. വേണമെങ്കിൽ നിനക്ക് ചെയ്യാം, ചെയ്യാതിരിക്കാം. അതുകൊണ്ടാണ് അല്ല, അങ്ങനെയല്ല. ആ ദൈവത്തിൻ്റെ ജ്ഞാനത്തിലേക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു അളവുകോലുണ്ട്. ആ സ്വാതന്ത്ര്യം കൃത്യമായിട്ട് വിനിയോഗിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ജ്ഞാനവുമായിട്ട് നമ്മൾ ചേർന്ന് ആ പങ്കാളിത്തം രജിസ്റ്റർ ആവുന്നത്. അല്ലെങ്കിൽ രജിസ്റ്റർ ആകത്തില്ല, കൃപയിൽ നിന്ന് മാറിപ്പോവും. നമുക്കത് 2 പത്രോസ്, അത് 1 പത്രോസിലാണോ, 2:19 എന്നെടുത്തേ. സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ എന്നൊരു വചനമുണ്ട്. എത്രാമത്തെയാണെന്ന് കണ്ടുപിടിക്കാമോ? 1 പീറ്റർ 2:23 എന്ന് വായിച്ച്. 1 പീറ്റർ 1 പത്രോസ് 2:23. 1 അങ്ങനെയാണോ? 1 പത്രോസ് 2 അതല്ല, ആ വാക്യമല്ല. രണ്ട് പത്രോസ് ആണോ നോക്കി. 2 പത്രോസ്, നിങ്ങൾ ആ വാക്യം കണ്ടുപിടിച്ചാലും മതി. സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കരുതെന്നൊരു വചനമുണ്ട്. സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ. സ്വതന്ത്രരായും എന്നാൽ സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കരുതെന്നാണ്. എന്താണ്? കണ്ടുപിടിച്ചോ? അങ്ങനെ വചനമുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. കിട്ടിയില്ല? നോക്കി, അവിടെ കിടപ്പുണ്ട്, എവിടെയോ ഉണ്ട്. സ്വതന്ത്രരായും എന്നാൽ സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ. കണ്ടില്ല? എത്രാം വാക്യമാണ്? 2:19. ഏതിൻ്റെ 2:19? 2 പത്രോസ് 2:19. തങ്ങൾ തന്നെ നാശത്തിൻ്റെ അടിമകളായിരിക്കെ. അതല്ല, ആ വാക്യമൊന്നുമല്ല. സ്വതന്ത്രരായും എന്നാൽ സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ എന്നൊരു വചനം തുടങ്ങുന്ന വചനമുണ്ട്. നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി, എനിക്കിപ്പം കണ്ടുപിടിക്കാനുള്ള സമയമൊന്നുമില്ല. 1 പത്രോസ് കണ്ടോ? അത് തന്നെ ആ വാക്യം. എത്രയാണ്? 1 പത്രോസ് 2:16. അത് തന്നെ വാക്യം. സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിൻ്റെ ദാസന്മാരായും നടപ്പീൻ. ഇതേ തത്തുല്യമായൊരു വചനം കോരിന്ത്യരിലുണ്ട്. 1 കോരിന്ത്യർ 7-ാം അധ്യായത്തിലാണ്. 7-ാം അധ്യായം 22-ാം വാക്യം വായിച്ച്. 7-ാം അധ്യായം 22-ാം വാക്യം. 1 കോരിന്ത്യർ 7:22. 1 കോരിന്ത്യർ 7:22. ദാസനായി കർത്താവിൽ വിളിക്കപ്പെട്ടവൻ കർത്താവിൻ്റെ സ്വതന്ത്രനാകുന്നു. അങ്ങനെ തന്നെ സ്വതന്ത്രനായി വിളിക്കപ്പെട്ടവൻ ക്രിസ്തുവിൻ്റെ ദാസനുമാകുന്നു. അപ്പോൾ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ദുഷ്ടതയ്ക്ക് മറയാക്കാനുള്ളതല്ല. അബ്രഹാം ബാലൻ്റെ മേൽ കത്തിയെടുത്ത് വീശുവാൻ തുടങ്ങിയപ്പോഴാണ് ദൈവത്തിന് അബ്രഹാമിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ബോധ്യം, ചെയ്യുവാനും ചെയ്യുവാതിരിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ബോധ്യം ദൈവത്തിൽ തന്നെയാണ് അവൻ ക്രമീകരിച്ചിരിക്കുന്നുള്ളത് ആ മൊമെൻറ്റിലാണ് മനസ്സിലാവുന്നത്. മനസ്സിലാവുന്ന പറഞ്ഞാൽ നിങ്ങൾ ആ മനസ്സിലാവുന്നുള്ള വാക്ക് അതുപോലെ എടുക്കരുത്. അത് ആ അറിവിലേക്ക് ആ ദൈവം ആ കൃപയിൽ നിലനിർത്തുന്നതെന്നർത്ഥം. അതുകൊണ്ട് നമ്മളെന്ത് പറഞ്ഞപ്പോഴാണ് ഇത് പറഞ്ഞത്? അത് പോയി. അതുകൊണ്ട് ഏതാ?
ആ അതവന് ആദാമിന് കൊടുക്കുവാൻ വേണ്ടി ജീവവൃക്ഷം ഏദൻ തോട്ടത്തിൻ്റെ മധ്യത്തിൽ നാട്ടിയിരുന്നു. അത് അവന് തന്നെ കൊടുക്കുവാൻ വേണ്ടിയാണ്, മറ്റൊന്നിനുമായിരുന്നില്ല. പക്ഷെ അത് മനസ്സിലാക്കാതെ അവൻ കായ്കനികളെ, അതായത് നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുവാൻ പോയതുകൊണ്ട് ജീവവൃക്ഷത്തിൻ്റെ ആ വിശുദ്ധിയിലേക്ക് പ്രവേശിക്കുവാനുള്ള സാധ്യത അവന് നഷ്ടപ്പെടുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഭേദാഭേദങ്ങളെ വിവേചിക്കുവാനുള്ള ശക്തി അതിൽ കൂടെ പോയി. നന്മ തിന്മയുടെ അറിവിൻ്റെ വൃക്ഷമാണ്. ലോകത്തിൻ്റെ ജ്ഞാനത്തെ പുറകെ പോകുമ്പോൾ നമ്മുടെ വിചാരം നമുക്ക് ഈ വിവേചന ശക്തി കിട്ടുമെന്നാണ്. ഏതാണ് നന്മ ഏതാണ് തിന്മ എന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ് നമ്മുടെ വിചാരം. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ കൂടി അല്ലാതെ ഈ നന്മ തിന്മകളെ തിരിച്ചറിയുവാനുള്ള ക്രമീകരണം നമ്മൾ ചെയ്താൽ നമുക്ക് തിരിച്ചറിയുവാനൊക്കെ പറ്റും. ഇപ്പോൾ ഒരു മോട്ടിവേഷൻ ക്ലാസ്സിൽ ചെന്ന് നിന്നാൽ നമുക്ക് മോട്ടിവേറ്റഡ് ഒക്കെ ആകാം, പക്ഷേ ആ മോട്ടിവേഷൻ നിലനിൽക്കത്തില്ല. അതാണ് പ്രശ്നം. ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് തിരിച്ചറിയാൻ പറ്റും. അതിന് വേദോത്സവം പഠിക്കണമെന്നൊന്നുമില്ല, അത് ലോകത്തിൻ്റെ ജ്ഞാനം മതി. പക്ഷേ തിരിച്ചറിഞ്ഞിട്ട് അത് സെലക്ട് ചെയ്ത് ശരിയായത് നമ്മുടെ ഉള്ളിൽ സ്ഥാപിക്കുവാൻ ദൈവത്തിൻ്റെ ശക്തി വേണം, പരിശുദ്ധാത്മാവിന് സഹായം വേണം, അല്ല പറ്റില്ല. ലോകത്തിൻ്റെ ജ്ഞാനവും ദൈവീയ ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഏറ്റെടുത്ത് അത് കർത്താവിന് പ്രസാദകരമാവുവാനായി ജീവിക്കത്തക്കവണ്ണമുള്ള വ്യാപാര ശക്തി നമ്മളിലേക്ക് പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വ്യാപാര ശക്തി തന്നെ നമ്മളിലേക്ക് വരണം. അപ്പോൾ ഇവിടെ വായിച്ചത് ഇപ്രകാരമാണ്: ദൈവത്തിൻ്റെ ശുശ്രൂഷകനായ ആദാം പർദീസയിൽ സൃഷ്ടിക്കപ്പെട്ടു. അവനിൽ പാപം ഇല്ലായിരുന്നതിനാൽ ദുഷ്ടൻ അവൻ്റെ സൃഷ്ടിയിൽ അസൂയപ്പെട്ടു. പിശാച് ആദാമിനെയും ഹവ്വയെയും വീഴിക്കുവാൻ വേണ്ടി ഏദൻ തോട്ടത്തിൽ കയറിയത് തന്നെ അവൻ്റെ സ്ഥാനം പോയി ആ സ്ഥാനം മനുഷ്യന് ദൈവം കൊടുത്തു. അപ്പോൾ ഇവൻ അസൂയയായി. അതുകൊണ്ട് അവനായി കെണി ഒളിച്ചു വെച്ച് അവനെ കുരുക്കി പാപത്തിൽ അവൻ്റെ ശരീരത്തെ മലിനമാക്കി അവൻ്റെ വസ്ത്രത്തെ അവൻ അനാവൃതമാക്കി. കണ്ടോ, അവൻ്റെ വസ്ത്രത്തെ അവൻ അനാവൃതമാക്കി. അതായത് പിശാച് ആദാമിൻ്റെ വസ്ത്രത്തെ അനാവൃതമാക്കി. ഹവ്വയുടെയും അനാവൃതമാക്കുക എന്നുള്ള വാക്കിന് മറ്റൊരർത്ഥമുണ്ട്. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അനാവൃതമാക്കുക എന്നുള്ള വാക്കിന് ജഡീക വാസനയുമായിട്ട് ഒരു ബന്ധമുണ്ട്. അനാവൃതമാക്കുക എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് നഗ്നതയുമായിട്ട് ബന്ധപ്പെട്ടാണ്. വേദോത്സവത്തിൽ എവിടെയും അവളുടെ നഗ്നത അനാവൃതമാക്കി. അപ്പോൾ വസ്ത്രത്താൽ പിശാച് ആദാമിനെ ഹവ്വായെയും വീഴിച്ചു എന്ന് പറഞ്ഞാൽ നഗ്നത മുഖാന്തരം, നഗ്നത മൂലം ഹവ്വായെ അവൻ വഞ്ചിച്ചു എന്നാണ്. നമുക്ക് 2 കോരിന്ത്യർ 11 എടുക്കാം. 2 കോരിന്ത്യർ 11 2 കോരിന്ത്യർ 11 ഈ ഒരു മർമ്മം പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. 2 കോരിന്ത്യർ 11 വായിച്ചു. 1-ാം വാക്യം തൊട്ട് വായിച്ചു. നിങ്ങൾ വായിക്കുവാണെങ്കിൽ വൃത്തിയായിട്ട് ഉറച്ചു വായിക്കുക, ഇല്ലെങ്കിൽ ഞാൻ വായിച്ചോളാം. നിങ്ങൾ എൻ്റെ പക്കൽ അസാരം ബുദ്ധിഹീനത പുറത്തു കൊണ്ടാൽ കൊള്ളാമായിരുന്നു. അതെ, നിങ്ങൾ എന്നെ പുറത്തു കൊള്ളുന്നുവല്ലോ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുകയാണ്. ഇനി ശ്രദ്ധിച്ചോണം, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു വിവാഹത്തിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ടല്ലേ. നമ്മൾ ക്രിസ്തുവിൻ്റെ നിർമ്മല കന്യകളും ക്രിസ്തു മണവാളനും എന്നുള്ള രീതിയിൽ നമ്മളെ ഒരു വിവാഹ നിശ്ചയത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്ന് പൗലോസ്ലീഹ പറയുകയാണ്. ഇനി അടുത്ത വചനം നോക്കിക്കോ. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ എന്ന് പറയുന്നതിന് തൊട്ടു മുമ്പ് പറഞ്ഞിരിക്കുന്ന ഒരു വിവാഹബന്ധത്തെ പറ്റിയാണ്. ക്രിസ്തു എന്ന മണവാളിന് നിങ്ങൾ നിർമ്മല കന്യകയായിട്ട് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നു എങ്കിൽ ഒരു കാര്യം സൂക്ഷിച്ചോണം. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചത് പോലെ താരതമ്യമാണ്.
അപ്പോൾ ആ താരതമ്യത്തിന് ഒരു വിവാഹബന്ധമായിട്ട് ബന്ധമുണ്ട്. എന്ന് പറഞ്ഞാൽ സർപ്പം ഹവ്വായെ അല്ലെങ്കിൽ ഹവ്വായുടെ നഗ്നതയെ അനാവൃതമാക്കി എന്നർത്ഥം. ആത്മീകമായി ദൈവം അനുവദിക്കാത്ത ഒരു ലയനം അവർ തമ്മിൽ നടന്നു. അതുകൊണ്ടാണ്, അത് ആത്മാവിലാണ്, മനസ്സിലാണ്, ദേഹിയിലാണ്, ശരീരം കൊണ്ടാവണമെന്നില്ല. ശരീരത്തിൽ പിശാചുമായിട്ടൊരു ബ്ലെമിഷ്ഡ് ഇൻ്റർകോഴ്സ് നടന്നു. അതുകൊണ്ടാണ് കായീനെ പറ്റി വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, കായീൻ എവിടെ നിന്നുള്ളവനായി എന്ന്? ദുഷ്ടനിൽ നിന്ന് ഉള്ളവനായി. കായീൻ്റെ ബലി സ്വീകരിക്കാതെ പോയതിൻ്റെ ഒരു കാരണം ഇതും കൂടെയാണ്. കായീന് ബലിയർപ്പിക്കുവാനുള്ള വിശുദ്ധിയില്ല. ഇപ്പോൾ തിരുവത്താഴത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വിശുദ്ധി വേണം, ആദാമ്യ പാപത്തിൽ നിന്നുള്ള മോചനം വേണം. പിശാചിൻ്റെ ചെങ്ങലയിൽ പിടിച്ചുകൊണ്ട് ബലിയർപ്പിക്കുവാൻ വന്നാൽ ബലിയുടെ യാതൊരു കൃപാവരവും ആർക്കും കിട്ടത്തില്ല, ഇപ്പോഴും കിട്ടത്തില്ല. എന്നാൽ നമുക്ക് ഏറ്റവും വലിയൊരു സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ അനുതാപം എന്ന് പറയുന്ന രണ്ടാമത്തെ മാമോദീസ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. അത് ഈ പ്രാർത്ഥനയിൽ അതും ഇവിടെ പറയുന്നുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനയാണ് കേട്ടോ. അതായത് ജ്ഞാനയിത്തോ നോമ്പിലെ 4-ാം വെള്ളി രാത്രി നമസ്കാരത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. കേട്ടുകൊള്ളൂ. കന്യകയുടെ പുത്രൻ ഇവയെല്ലാം നിനക്ക് വേണ്ടി സഹിച്ചു. ഇപ്പോൾ ഇതാ നീ പാപത്തിൽ വീണ്ടും മുങ്ങിപ്പോയിരിക്കുന്നു. അരിഷ്ട മനുഷ്യ, ഉണർന്ന് സർവ്വസൗന്ദര്യങ്ങളുടെയും ശത്രുവായ ദുഷ്ടനെതിരെ ബലവും വീര്യവും ധരിക്കുക. അവൻ നിൻ്റെ തോൽവിക്ക് വേണ്ടി ഉണർന്നിരിക്കുന്നു. നമ്മൾ സ്ത്രീയന്മാർ കിടക്കുന്ന പോലെ കിടന്നുറങ്ങുകയാണ്. അവൻ വളരെ ജാഗരൂകനായിരിക്കുന്നു. നിൻ്റെ കൊലയ്ക്കായി അവൻ ദാഹിക്കുന്നു. അതുകൊണ്ട് ഉണർന്നിരിക്കണം. സ്ലീബായെ നീ ചുമക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ദേവാലയത്തിൻ്റെ മധ്യത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിനകത്ത്, ശരീരമാകുന്ന ദേവാലയത്തിൻ്റെ മധ്യഭാഗത്ത് ഇത് നിങ്ങൾക്ക് ഇന്നേ വരെയുള്ള വേദനകൾ, പ്രയാസങ്ങൾ, നൊമ്പരകൾ, ആതുലകൾ, അതുപോലെ തന്നെ നിന്ദകൾ, പരിഹാസങ്ങൾ, ശാരീരികമായ വേദനകൾ, ജീവിതത്തിലെ കഷ്ടതകളെല്ലാം ഒരു സ്ലീബായാണെന്നുള്ള ബോധ്യത്തോടുകൂടി ആ സ്ലീബായെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ട് അത് ഉയർത്തി നിർത്തി അത് കർത്താവിൻ്റെ മുറിവോട് ചേർത്ത് വെച്ചെങ്കിൽ മാത്രമേ മഹത്വം ഇറങ്ങത്തുള്ളൂ. കഷ്ടതയാണ് മഹത്വമായിട്ട് മാറുന്നത്. നൊടിനേരത്തേക്കുള്ള നമ്മുടെ കഷ്ടം അത്യന്ത അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ലഭിക്കുവാൻ ഹേതുവാകുന്നു എന്ന് 2 കൊരിന്ത്യർ 4:17 പറയുന്നുണ്ട്. 4:17. അതിനായിട്ട് നമ്മളുടെ ഹൃദയത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന അടയാളമാണ് ഈ സ്ലീബ. ഹൃദയത്തിലാണ് അടയാളം. എത്ര വാക്യമാണെന്ന് കണ്ടുപിടിക്കാം. 2 കൊരിന്ത്യർ 4:10 അല്ലെങ്കിൽ 1 കൊരിന്ത്യർ 4:10 ആണ്. അത് ഞാനിപ്പം പറഞ്ഞ വാക്യം. മറ്റൊരു വാക്യമുണ്ട്, ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് അവൻ്റെ മരണം എപ്പോഴും എൻ്റെ ശരീരത്തിൽ ഞാൻ വഹിക്കുന്നുവെന്നാണ്. ഇതാണ് സ്ലീബ. ഇത് സ്ലീബയാണ്. ക്രിസ്തുവിൻ്റെ മരണം. അതെത്ര വാക്യം? 1 കൊരിന്ത്യർ 4:10 2 കൊരിന്ത്യർ 4:10 2 കൊരിന്ത്യർ 4:10 വാക്യം. ക്രിസ്തുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ചാവുന്നവരെയും ചിലപ്പം കാണും, ചാവുന്നവരെയും ചിലപ്പം കാണും. വേദനകൾ മാറുന്നില്ലല്ലോ, എൻ്റെ നൊമ്പരം മാറുന്നില്ലല്ലോ, പ്രയാസം മാറുന്നില്ല. പെയിനാണ്, സമ്മതിച്ചു, പെയിനാണ്. ഈ പെയിനിൽ കൂടി ഭീകരമായ ശുദ്ധീകരണം നടക്കും. നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറമാണത്. നോമ്പ് കാലം ഞെക്കിപ്പിഴിഞ്ഞെടുക്കാനുള്ളതാണെന്ന് യെശയ്യാവിൻ്റെ പുസ്തകത്തിലുണ്ട്. ഞെക്കിപ്പിഴിയേണ്ട കാലഘട്ടമാണെന്നാണ്. ചക്കലിട്ട് ഞെക്കിപ്പിഴിയാണ്. ചിലപ്പോൾ ആ ഒരു പെയിൻ നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് മഹത്വമായിട്ട് പരിണമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കഷ്ടതയിൽ കൂടിയേ മഹത്വമുള്ളൂ. സഹതയന്മാർക്ക് മഹത്വത്തിൻ്റെ കിരീടം അണിയിച്ചിരിക്കുന്നത് അവർ ഞെക്കിപ്പിഴിയപ്പെട്ടതുകൊണ്ടാണ്. അവരുടെ ശരീരം, അവരുടെ ദേഹി മുഴുവൻ ക്രിസ്തുവിന് വേണ്ടി ഞെക്കിപ്പിഴിയപ്പെട്ടു. ഇനിയും ബാക്കി കേട്ടുകൊള്ളുക. അതുകൊണ്ട് നിന്റെ കൊലയ്ക്കായി അവൻ ദാഹിച്ചിരിക്കുന്നു, ഉണർവ് നേടുക, സ്ലീബായെ ചുമക്കുക.
അപ്പോൾ നമ്മുടെ ആത്മത്തിനതിനാലെ രക്ഷയുണ്ടായി എന്ന ശ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വാഴ്ത്തപ്പെട്ട കുരിശിന്മേൽ കുമ്പിടുന്നത് നമ്മൾ ഏറ്റെടുത്ത കുരിശ് അതിന്മേലാണ് ശരിക്കും കുമ്പിടുന്നത്. അതിൻ്റെ അടയാളമാണിത്. പൊരുളിലെ അടയാളമെന്ന് ഞാൻ പറയാൻ കാര്യം അതാണ്. ഇത് തന്നെ പൊരുളാണ്, അതിലെ അടയാളം അതാണ്. അങ്ങനെ ആകുമ്പോൾ അത് വിഗ്രഹമാകുമോ? അതാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആരാധനയുടെ ആന്തരിക മൂല്യങ്ങളെ മനസ്സിലാക്കാതെ എന്തനുഷ്ഠിച്ചാലും അതെല്ലാം വിഗ്രഹമായി പോകും, സംശയമില്ല. നമ്മളിത് ചടങ്ങ് പോലെ ഇതെന്താണെന്ന് അറിയാതെ മനസ്സിലാക്കാതെ ആരാധനയിൽ സംബന്ധിക്കുവാൻ ശ്രമിച്ചാൽ ഇതെല്ലാം വിഗ്രഹങ്ങൾ. കുർബാന അനുഭവിക്കുന്നത് പോലും അത് ഭക്ഷണം പോലെ ഭക്ഷിച്ചു പോയാൽ അത് വെറും ഗോതമ്പപ്പം മാത്രമാണ്. വിശപ്പ് മാറാമെന്നുള്ളതേ ഉള്ളൂ. ആത്മീയ വിശപ്പൊന്നും മാറില്ല. അത് വിശ്വാസത്തോടെ ഏറ്റെടുത്തുകൊണ്ട് ആ ഉള്ളിൽ അത് തിരിച്ചറിഞ്ഞ് അത് ഏറ്റെടുക്കുമ്പോൾ അതിനെ കാത്തു സൂക്ഷിക്കുവാനുള്ള ശക്തിയും കൂടെ കിട്ടുമ്പോഴാണ് കർത്താവിൻ്റെ തിരിശരക്തമാകുന്നത്. അത്രയും ശക്തിയുള്ള ഒരു സാധനവും ഇന്നേ ഭൂമുഖത്ത് ഇന്നേ വരെ ഉണ്ടായിട്ടുമില്ല. ഏത് പാപത്തിൽ നിന്നും ഏതവസ്ഥയിൽ നിന്നും നിങ്ങളെ വഴി നടത്തുവാനായിട്ട് അതിനെ നീക്കിക്കളയുവാനായിട്ടെന്ന് ഞാൻ പറയത്തില്ല. എന്ന് പറഞ്ഞാൽ അത് ചില സംഗതികൾ നമ്മളുടെ മഹത്വത്തിന് വേണ്ടി കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നതിനെ നീക്കിക്കളയുന്നതല്ല ആത്മീയത. നീക്കേണ്ടവയൊക്കെ നീങ്ങിപ്പോയിക്കോളും. കർത്താവിന് അതൊക്കെ നല്ല കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് നമ്മളിത് യഥാർത്ഥമായി അറിഞ്ഞ് ഉൾക്കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം വെറും ചടങ്ങും വിഗ്രഹവുമായി പോകും. എന്നാൽ നമ്മുടെ ഉള്ളിലെ സ്ലീബായെ ചുമന്നുകൊണ്ട് നമ്മുടെ ആത്മാക്കൾക്ക് അതിനാലേ രക്ഷയുണ്ടായി എന്ന സ്ലീബായാണ് നമ്മൾ കുമ്പിടുന്നത്. എന്തെന്നാൽ സകല പിളർപ്പുകളുടെയും പരിധി അതാകുന്നു. ആ ധിക്കാരിക്കാരിയായ കൗശലക്കാരനെ ശ്രദ്ധിച്ചോണേ, ആ ധിക്കാരിയായ കൗശലക്കാരനെ അനുതാപത്തിലൂടെ അവൻ ജയിച്ചിരിക്കുന്നു. ആര്? വിശ്വാസി. ജാഗരണത്തിലൂടെയും നോമ്പിലൂടെയും പ്രാർത്ഥനകളിലൂടെയും അവനോട് യുദ്ധം ചെയ്യണം. സങ്കടത്തോടെയും, ഈ വാക്യം വായിക്കാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്, സങ്കടത്തോടെയും കണ്ണീരോടെയും ഏറെ ഞെരുക്കങ്ങളോടെയും മാമോദീസായുടെ മാതാവാകുന്ന അനുതാപത്തെ കൈക്കൊള്ളുക. എന്നിട്ട് വായിക്കാം. സങ്കടത്തോടെയും കണ്ണുനീരോടെയും ഏറെ ഞെരുക്കങ്ങളോടെയും മാമോദീസായുടെ മാതാവാകുന്ന അനുതാപത്തെ കൈക്കൊള്ളുക. അപ്പോൾ പരിശുദ്ധ മാമോദീസായുടെ അമ്മ അനുതാപമാണെന്നാണ് പറയുന്നത്. അതായത് ഈ അനുതാപം മറ്റൊരു മാമോദീസ പോലെയാണ്. മാമോദീസ വിവിധ തരമുണ്ട്. വെള്ളത്താലും ആത്മാവിനുമുള്ള മാമോദീസ കുഞ്ഞിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീടുള്ള ജീവിതകാലം മുഴുവൻ കണ്ണീരോടും അപേക്ഷയോടും ഉറക്ക നിലവിളിയോടും കൂടെ കർത്താവ് ജീവിച്ചതുപോലെ അനുതാപത്തിൽ ജീവിക്കുന്നതിന് മാത്രമേ ഈ കുരിശേന്തി കൃപയിൽ ജീവിക്കുവാൻ സാധിക്കത്തുള്ളൂ. എബ്രായർ 5:7 വായിച്ച്. എബ്രായർ 5:7 വായിച്ചോ. ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. നീ യെരമ്യാവ് 14 നിർത്തി. യെരമ്യാവ് 14, യെരമ്യാവിൻ്റെ പുസ്തകം 14 അധ്യായം 17 വാക്യം ഒന്ന് വായിച്ചു നോക്കി. യെരമ്യാവിൻ്റെ പുസ്തകം 14 അധ്യായം 17 വാക്യം. അവരോട് പറയണം, എൻ്റെ കണ്ണിൽ നിന്ന് രാവും പകലും ഇടവിടാതെ കണ്ണുനീർ ഒഴുകട്ടെ. ഇത് അനുതാപം, ഇത് മാമോദീസയുടെ അനുഭവമാണ്. അങ്ങനെ ഒഴുക്കുന്ന അനുതാപ കണ്ണുനീരിലാണ് ഞാൻ നിങ്ങളിന്മേൽ നിർമ്മല ജലം തളിക്കുമെന്ന് പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നതും എസ്കേലിൻ്റെ പുസ്തകത്തിൽ അതിനുള്ള സാക്ഷ്യമായിട്ട് എഴുതിയിരിക്കുന്നതും. അപ്പോൾ ഇവിടെ നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ കർത്താവ് കുനിഞ്ഞ് ശിഷ്യന്മാരുടെ കാല് കഴുകാൻ തുടങ്ങിയപ്പോൾ ഇറയന്മാർ അത്ഭുതപ്പെട്ടു, ശ്രോപ്പന്മാർ ഭയന്ന് വിറയൽ പൂണ്ടു, ശിഷ്യന്മാർക്ക് ആകപ്പാടെ അങ്കലാപ്പുമായി. ഇതെന്താണ് ഈ ഗുരു ചെയ്യുന്നത്? ഇന്നേ വരെ ഒരു ഗുരുവും ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടില്ല. എന്നിട്ട് കർത്താവരെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവൻ വസ്ത്രം ഉരിഞ്ഞു തുവർത്ത് എടുത്ത് അരയിൽ ചുറ്റി കുനിഞ്ഞ് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. അടിമപ്പണി
ശിഷ്യൻ്റെ കാലിന്മേൽ ഗുരു ചെയ്യുകയാണ്. അവൻ ശീമോൻ പത്രോസിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവനവനോട്, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ നീ അറിയുന്നില്ല, പിന്നെയും അറിയും എന്നുത്തരം പറഞ്ഞു. അതെന്താണ്? ഇപ്പോൾ പത്രോസിന് അറിയാൻ വയ്യാത്ത കാര്യം എന്താണ്? പിന്നെ അറിയുന്ന കാര്യം എന്താണ്? പത്രോസ് ആവേശത്തിൽ പറഞ്ഞതാണ്. അതായത് തൻ്റെ ഗുരു തൻ്റെ കാൽ പിടിക്കുന്ന കാര്യം പത്രോസിന് ചിന്തിക്കുവാൻ പോലും പറ്റത്തില്ല. പത്രോസ് തള്ളിപ്പറഞ്ഞെന്നൊക്കെ പറഞ്ഞാലേ ആ സ്നേഹത്തിൻ്റെ പാരമ്യം അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ക്രിസ്തുവിനോട് വലിയ ഇഷ്ടമുള്ള ആളായിരുന്നു പത്രോസ്. വെളിപാട് കിട്ടുന്ന ആളായിരുന്നു. അതുകൊണ്ടാണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യേശു ആകുന്നു എന്ന്, താൻ ആരാകുന്നു എന്ന് ചോദിച്ചപ്പോൾ പത്രോസിന് മാത്രമാണ് പറയാൻ പറ്റിയത്. അത് ക്രിസ്തുവിനോടുള്ള സ്നേഹം. ദൂരെ നിന്ന് കണ്ടപ്പോഴേ കടലോട്ട് എടുത്തങ്ങി ആടി. വേറെ ഒരു ശിഷ്യന്മാരും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. മർത്തോമാസ്ലീഹ പറഞ്ഞിട്ടുണ്ട്, നാമും മരിക്കുന്നതിന് അവനോടുകൂടി പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൻ്റെ വ്യാപ്തിയിലാണ് ഈ പറയുന്നത്, എൻ്റെ കാല് നീ കഴുകല്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ കർത്താവ് പറയാണ്, നീ ഇപ്പോൾ സമ്മതിക്കണം, യോഹന്നാൻ സ്നാപകനോട് പറഞ്ഞ പോലെ. കാരണം ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും. ആ പിന്നെ അറിഞ്ഞ കാര്യം നമുക്കിപ്പോൾ അറിയാം. അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. എന്താണ്? അല്ലല്ലല്ല, പത്രോസിനെ ക്രൂശിൽ തൂക്കുന്ന കാര്യമൊന്നുമല്ല ഇവിടെ. ഇവിടെ കാൽ കഴുകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ അറിയുന്ന ഒരു കാര്യമുണ്ട്. പത്രോസിന് പിന്നെ അറിയാം. പിന്നെ പത്രോസ് അത് മനസ്സിലാക്കി. പക്ഷേ അതൊന്നും മനസ്സിലാക്കാതെ പത്രോസ് പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യ്, എന്നെ മുഴുവനായും കഴുകിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല, നീ കുളിച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ. പിന്നെ അഴുക്ക് പറ്റുന്ന ഒരു ഭാഗമേ ഉള്ളൂ, കാല്. അത് കഴുകണം. അതിൽ പോലും അഴുക്കില്ലാതെ വേണം ഈ തിരുവത്താഴത്തിൽ സംബന്ധിക്കുവാൻ. ഇനി അടുത്തത് പെസഹയാണ്. അതിനു മുമ്പാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്, കാല് കഴുകുന്നത്. അപ്പോൾ ആകെപ്പാടെ അഴുക്ക് പറ്റാനുള്ള സാധ്യത. കാരണം നീ എൻ്റെ കൂടെയാണ്. എൻ്റെ കൂടെ ആയിരുന്നാലും കാലിൽ അഴുക്ക് പറ്റും. അതുകൊണ്ട് കാല് കഴുകണം. നീ കുളിച്ചിട്ടാണ് ഇരിക്കുന്നത്. എത്ര കർത്താവിൻ്റെ കൂടെ നടന്നെന്ന് പറഞ്ഞാലും പിശാച് ഇങ്ങനെ പ്രാർത്ഥനയിൽ പറയുന്നത് പോലെ അവൻ ഒളിച്ചിരുന്ന് കെണികൾ വെച്ചിരിക്കുന്നതുകൊണ്ട് എപ്പോൾ വേണേലും നമ്മുടെ മേൽ അബദ്ധങ്ങൾ പറ്റാം, അഴുക്കുകൾ പറ്റാം. അപ്പോൾ അത് കൂടെ കൂടെ കഴുകിക്കൊണ്ടിരിക്കാനാണ് ഈ മാമോദീസയുടെ മാതാവാകുന്ന അനുതാപം എപ്പോഴും മരിക്കുന്നവരെയും കാണണം. ഇതാണ് പൗരസ്ത്യ ദർശനത്തിൻ്റെ അടിസ്ഥാനമായ ഒരു കാര്യം. അനുതാപമാണ്. അനുതാപം, അനുഗ്രഹം അതിൻ്റെ പുറകെ വരുന്നതാണ്. നമ്മൾ ചോദിച്ച് വാങ്ങിക്കുക പോലും വേണ്ട അനുഗ്രഹം. നമ്മളെ പ്രസംഗത്തിലോ വചനത്തിലോ കർത്താവ് നിന്നെ അനുഗ്രഹിച്ചോളൂ എന്ന് പറഞ്ഞ് മോട്ടിവേറ്റൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. മോട്ടിവേഷൻ നടത്തേണ്ടത് അനുദപിക്കാനാണ്. എല്ലാ ദിവസവും എല്ലാ നേരം ഓരോ ചെയ്തികളിലും കർത്തൃ സാന്നിധ്യം അറിയുവാനും ഓരോ കാര്യത്തിലും ഈ പിശാച് കെണി വയ്ക്കുവാൻ നോക്കിയിരിക്കുന്നത് കൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു ബന്ധം കർത്താവിൻ്റെ ക്രൂശുമായിട്ടുണ്ടായിരിക്കുവാനും വീണു പോകാതിരിക്കുവാൻ അനുതാപത്തോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ അനുഗ്രഹം താനേ വന്നോളൂ. അത് താനേ വരുന്നതാണ്. നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് അനുഗ്രഹിച്ച് നിന്നെ അങ്ങ് എല്ലാം ശരിയാക്കും, ക്രമപ്പെടുത്തും, എല്ലാം അത് കർത്താവിൻ്റെ പദ്ധതിയിലുള്ളതാണ്. പക്ഷേ മുമ്പേ ഞാൻ പറഞ്ഞ ദൈവത്തിൻ്റെ ജ്ഞാനത്തിലേക്ക് നമ്മുടെ പങ്കാളിത്തം വന്നു ചേരേണ്ടത് ആവശ്യകത അനുതാപത്തിലാണ്. വേണേ നിനക്ക് അനുദപിക്കാതിരിക്കാം. അനുദപിക്കാതിരിക്കുന്നതിന് ചിലപ്പോൾ അനുഗ്രഹങ്ങൾ വരും. അത് പാക്കേജാണ്, ബോണസാണ്. അതിങ്ങി വന്നോളും. ഓണം ബമ്പറിന് എല്ലാവർക്കും കൊടുക്കത്തില്ലേ സർക്കാർ? കഞ്ഞി അല്ലെങ്കിൽ അരി കൊടുക്കത്തില്ലേ? വല്ലതും ചെയ്തിട്ടാണോ? നമ്മൾ വല്ലതും പൈസ വല്ലതും കൊടുത്തിട്ടാണോ? എല്ലാവർക്കും കൊടുത്തേക്കുവാണത്. അനുഗ്രഹം അങ്ങനെയാണ്. അതാർക്കും കൊടുക്കാതെ ഇരിക്കാം. പക്ഷേ അനുദപിക്കുന്നതിൻ്റെ സർവ്വനിയന്ത്രണവും കർത്താവ് ഏറ്റെടുക്കുകയാണ്. അതിൻ്റെ കൂടെ വേണ്ട അനുഗ്രഹങ്ങൾ വേണ്ട സമയത്ത് കൃത്യമായിട്ട് തന്നുകൊണ്ടിരിക്കും. ഒരു കുറവും വരാതെ തന്നുകൊണ്ടിരിക്കും. ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും. കർത്താവിനെ അന്വേഷിക്കുന്നവന് ഒരു നന്മയ്ക്കും കുറവില്ലെന്നാണ്. ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. ആവശ്യത്തിനേ വരത്തുള്ളൂ. ആകുലരാകേ വരരുത് അമിതമായി. ചിലപ്പോൾ നമുക്കൊരു ഈ സാമ്പത്തികപരമായോ മറ്റ് എന്തെങ്കിലും കാര്യപരമായോ നമുക്കൊരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ കൊണ്ടുവരും.
ഒക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഈ കണ്ണാടി മാറി കണ്ടോ, നിങ്ങൾ അറിഞ്ഞായിരുന്നോ? മാറി അറിഞ്ഞായിരുന്നോ? എന്നാ അറിഞ്ഞു. 2 വാങ്ങിച്ചു, സ്പെയർ എണ്ണം വേണമല്ലോ. കണ്ണിനിപ്പോൾ വെള്ളയെഴുത്തൊക്കെ തുടങ്ങി. അപ്പോൾ ഇത് ആപ്പാടെ കണ്ണ് പിടിക്കത്തില്ല. അത് ഞാൻ കണ്ണാടി ഊരിയിട്ട് ഇങ്ങനെ പണ്ട് നോക്കിക്കൊണ്ടിരുന്നു. ഇപ്പം ഇനി എൻ്റെ ആവശ്യമില്ല, സ്പെക്സൊക്കെ മാറി. പക്ഷേ ഇത് മാറാൻ ഞാൻ ഇത്രയും നാൾ ഡിലേ ആയിക്കൊണ്ടിരുന്നത് കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷേ ഇത് മാറാൻ നിവൃത്തിയില്ല. 40,000 രൂപയായി, 40,000 രൂപ. ഞാനിങ്ങനെ ഇത് മാറാൻ നിവൃത്തിയില്ല. ഞാൻ പോയി മാറി. അന്ന് വൈകിട്ട് ഇവിടെ വരുന്ന ഒരാൾ 20 രൂപയും മറ്റേ ആൾ 25 രൂപയും കൊണ്ട് തന്നു. 5,000 രൂപ എനിക്ക് ലാഭം. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഇത്രയേ ഉള്ളൂ. ഇത് ഇപ്പം എല്ലാ കാര്യത്തിനും ഇങ്ങനെ കൊണ്ടു തരുമെന്ന് അങ്ങനെ ഒന്നും കുറവ് വരത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ സാരം. ഇനിയും കുറവ് വന്നാൽ അതിന് വേറെ എന്തെങ്കിലും ഉദ്ദേശം കാണും. അതിന് നമ്മളങ്ങ് കീഴ്പ്പെട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കർത്താവിലായി കഴിഞ്ഞാൽ എല്ലാം ഏറ്റെടുക്കും. ഞാൻ പറഞ്ഞു, എന്തിനാണ് ഇത്രയും പൈസ തരുന്നത്? അയാൾ പറഞ്ഞത്, വചനം പഠിക്കുന്നവൻ ഓഹരി കൊടുക്കണമെന്നുള്ള വചനം ഞാൻ നിവർത്തിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഒന്നും നടക്കാതിരിക്കില്ല. ഇവിടെ ശ്രദ്ധിച്ചേ, ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. അപ്പോൾ ശീമോൻ പത്രോസിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവനോട്, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകുന്നുവോ എന്ന് പറഞ്ഞു. യേശുവിനോട്, ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ നീ അറിയുന്നില്ല. നമുക്ക് ഉച്ചനമസ്കാരത്തിന് മണി അടിച്ചെന്നാലും ഞാൻ ആ കാര്യം ഒന്ന് പറഞ്ഞേക്കാം. നമുക്ക് എക്സോഡസ് 3:20 എടുക്കാമോ? അതുപോലെ ഒരാൾ ലേവ്യ പുസ്തകം 8-ാം അധ്യായം 6-ാം വാക്യം നിർത്തി. അതാദ്യം എടുക്കുക. ലേവ്യ പുസ്തകം 8-ാം അധ്യായം 6-ാം വാക്യം. ലേവ്യ പുസ്തകം 8-ാം അധ്യായം 6-ാം വാക്യം. പുത്രന്മാരെയും അടുക്കൽ വരുത്തി, മോശ അഹ്റോനെയും പുത്രന്മാരെയും അടുക്കൽ വരുത്തി അവരെ വെള്ളം കൊണ്ട് കഴുകി അവനെ ഉള്ളങ്കി ഇടുവിപ്പിച്ചു, നടുക്കെട്ട് കെട്ടിച്ച്, അങ്കി ധരിപ്പിച്ച്, ഏഫോദ് ഇടുവിച്ച്, ഏഫോദിൻ്റെ ചിത്രപ്പണിയായ നടുക്കെട്ട് കെട്ടിച്ച് അതിനാൽ അത് മുറുക്കി അവനെ പതക്കം ധരിപ്പിച്ചു, പതക്കത്തിൽ ഊറീമും തൂമീമും വെച്ചു. അപ്പോൾ ഇത് അഹ്റോനെ അഭിഷേകം ചെയ്യുകയാണ്. ഇനി മറ്റേ വായിച്ച് എക്സോഡസ് 30 എത്രയായിരുന്നു പറഞ്ഞത്? എക്സോഡസ് നിങ്ങൾ മറന്നുപോയോ? 30:20. എക്സോഡസ് 30:20 പെട്ടെന്ന് വായിച്ചോ. അവർ സമാഗമന കൂടാരത്തിൽ കടക്കെ യഹോവയ്ക്ക് ദഹനയാഗം കഴിക്കേണ്ടതിന് യാഗപീഠത്തിൽ ശുശ്രൂഷിപ്പാൻ ചെല്ലുകയോ ചെയ്യുമ്പോൾ മരിക്കാതിരിക്കേണ്ടതിന് വെള്ളം കൊണ്ട് കഴുകണം. അതായത് ഈ ശിഷ്യന്മാരെ ആദാം നഷ്ടപ്പെടുത്തിയ പൗരോഹിത്യത്തിലേക്ക് തിരിച്ചു വിളിക്കുന്നതിൻ്റെ ഒരു അഭിഷേക ശുശ്രൂഷയാണ് കാലുകഴുകൽ. ഇത് അഹ്റോന് മോശ ചെയ്തു കൊടുത്തതാണ്. അത് ഇതിൻ്റെ അടയാളമായിരുന്നു മോശ ചെയ്തത്. ഇപ്പോൾ ഇത് കർത്താവ് മോശയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് മോശയെക്കാളിൽ വലിയ ആ പ്രവാചകൻ തൻ്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകിക്കൊണ്ട് അവരെ അഭിഷേകം ചെയ്ത് പൗരോഹിത്യ സ്ഥാനത്തേക്ക്, ആ കർമാനുഷ്ഠിത പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ് ഈ കാണിച്ചത്. ഇത് പത്രോസിന് അന്നേരം അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് നീ അറിയുന്നില്ല, പിന്നെ അറിഞ്ഞോളും. പിന്നെ പത്രോസിന് മനസ്സിലായി കർത്താവിൻ്റെ തിരുശരീരങ്ങളിലെ പങ്കാളിത്തം അതെടുത്ത് എല്ലാവർക്കും സുവിശേഷം പറയുവാനും ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് പോകുവാനും രക്തസാക്ഷിയായിട്ട് മരിക്കുവാനുമുള്ള ശക്തിയും അധികാരവും പത്രോസിന് ലഭിച്ചത് ഈ കാലുകഴുകലിനുള്ള പൗരോഹിത്യ നൽവരത്തിൽ കൂടിയാണ്. ഇത് പൗരോഹിത്യ നൽവരം കൊടുക്കുകയാണ്. പുതിയ നിയമത്തിലെ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യത്തിൻ്റെ അടയാളമായിട്ട് ഇത് കർത്താവ് കൈമാറി പത്രോസിൻ്റെ കാലിൽ പിടിച്ചുകൊണ്ട് അത് ചെയ്യുകയാണ്. ശിഷ്യന്മാരുടെ എല്ലാവരുടെയും കാല് കഴുകി. അപ്പോൾ പത്രോസ് പറയുകയാണ്, അങ്ങനെയാണ് എന്നെ മുഴുവനും കഴുകണമെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, അത് വേണ്ട, നീ സ്നാനം ഏറ്റിട്ടുണ്ട്. നിന്നെ ഞാൻ സ്നാനം കഴിപ്പിച്ചതാ, മാമോദിസ മുക്കിയതാ, ഇനി അനുദപിച്ചാൽ മതി, നിൻ്റെ കാൽ കഴുകിയാൽ മാത്രം മതി. അങ്ങനെ തുടർന്നുകൊണ്ട് പോയിക്കൊള്ളുക. പരിശുദ്ധ മാമോദിസയിൽ കൂടി നമുക്കൊരു കഴുകലുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ കഴുകൽ അവസാനം വരെയും തുടർന്നുകൊണ്ടേയിരിക്കണം എന്ന് കർത്താവ് നമ്മളെ ബോധിപ്പിക്കുന്നു. തമ്മിൽ ഭാരങ്ങളെ ചുമക്കുക എന്നൊരർത്ഥം ഇതുകൊണ്ട്. അതായത് നിങ്ങൾ തമ്മിൽ ഇതുപോലെ കാൽ കഴുകണമെന്ന് കർത്താവരെ ഭരമേൽപ്പിക്കുകയാണ്.
നിങ്ങൾ ഇതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ കഴുകൽ എന്ന് പറഞ്ഞതിനകത്തൊരു ഒരു കഷ്ടതയുടെ ഭാഗമുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ ഏൽക്കുന്ന സ്നാനം നിങ്ങൾക്ക് ഏൽക്കുവാൻ കഴിയുമോ? അപ്പോൾ ആ സ്നാനത്തിന് ഒരു കഴുകലാണ്. അപ്പോൾ നമ്മുടെ കഷ്ടതകൾ, ഭാരങ്ങൾ, നൊമ്പരകൾ നമ്മളെ കഴുകി വെടിപ്പാക്കുന്നതാണ്. തമ്മിൽ കഴുകണമെന്ന് പറഞ്ഞാൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കണമെന്നാണ് അർത്ഥം. അതുകൊണ്ട് ആ ബോധ്യത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം. നമുക്ക് ഉച്ച നമസ്കാരത്തിലേക്ക് പ്രവേശിക്കാം. ദേവാലയത്തിൽ മണിയടിച്ചെന്ന് തോന്നുന്നല്ലേ? ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ചുകൊള്ളട്ടെ. ഞാനൊരു യാത്ര പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അത്രയും ദൈർഘ്യമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാലും നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. എന്നെ ആശ്രമത്തിൽ നിന്ന് പറഞ്ഞതനുസരിച്ച് ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ താല്പര്യമുള്ളവരെല്ലാം വെള്ളിയാഴ്ചകളിൽ ഇവിടെ വരണം. പ്രത്യേകിച്ച് നോമ്പുകാലമാണ്. ഇവിടെ ആരെങ്കിലുമൊക്കെ നിങ്ങളെ ധ്യാനമെടുക്കും. ഈ ശുശ്രൂഷ യോഹന്നാൻ്റെ പഠനം നമുക്ക് തുടർന്നുകൊണ്ട് പോകാം. എന്നാലും വെള്ളിയാഴ്ച തോറും ഇതിൻ്റെ ബാക്കി ഞാൻ ഓൺലൈൻ വഴി തുടരുന്നതായിരിക്കും. നിങ്ങളതും കേൾക്കുകയും വേണം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരുപാട് ശുശ്രൂഷകളുണ്ട്. നിറയെ എല്ലാ ദിവസവും ശുശ്രൂഷകളാണ്. അത് പൂർത്തീകരിച്ചിട്ട് ഞാൻ മടങ്ങി വരികയുള്ളൂ. പിന്നെ യുദ്ധങ്ങളും യുദ്ധശ്രുതികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഒന്നും അറിയില്ല. നമ്മളങ്ങ് പോവുക, അത്രയേ ഉള്ളൂ. ഏതായാലും ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ഉച്ച നമസ്കാരത്തിനായിട്ട് നമുക്ക് എഴുന്നേൽക്കാം.